ഞാൻ 3 ക്വസ്റ്റ്യൻ വാട്സപ്പിൽ തന്നിരുന്നു. അത് ചെയ്യാൻ പറഞ്ഞത് ചോദ്യം ഇതാണ്. 10B ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 10B ഓഫ് ഡിസംബർ 2019. ക്വസ്റ്റ്യൻ നമ്പർ 10B എന്താണ് പറയുന്നത്? മറ്റത് നമുക്ക് പിന്നെ ചെയ്യാം. ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ കോർ ആൻഡ് വിൻഡോ ഫോർ എ 5 kVA 50 Hz സിംഗിൾ ഫേസ് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസാണ്. എ റെക്റ്റാങ്കുലർ കോർ ഈസ് യൂസ്. സ്ക്വയർ കോർ അല്ല, റെക്റ്റാങ്കുലർ കോറാണ്. റെക്റ്റാങ്കുലർ കോർ ഈസ് യൂസ്ഡ്. എന്താണ് സ്ക്വയർ കോറും റെക്റ്റാങ്കുലർ കോറും തമ്മിലുള്ള വ്യത്യാസം? എ റെക്റ്റാങ്കുലർ കോർ ഈസ് യൂസ്ഡ് വിത്ത് ലോങ് സൈഡ് ട്വൈസ് ആസ് ലോങ് ആസ് ദി ഷോർട്ട് സൈഡ്. വിൻഡോ ഹൈറ്റ് ഈസ് 3 times ദ വിഡ്ത്ത്. വിൻഡോ ഹൈറ്റ് എന്ന് പറയുന്നത് HW എന്ന് പറയുന്നത് വിൻഡോ വിഡ്ത്തിൻ്റെ 3 times 3WW. Holes per turn is 1.8. Window space factor is 0.2. Current density is 1.8 ampere per mm square. And maximum flux density is 1 Weber per meter square. ഡേറ്റ ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ കോർ. ഡയമെൻഷൻസ് ഓഫ് ദ കോർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാം HW, W, diameter of the circumscribing circle, width of the biggest lamination A, height of the yoke, ഡെപ്ത് ഓഫ് ദ യോക്ക്, പിന്നെ അതുകൂടാതെ എന്തൊക്കെയാണ് ഓവറാൾ ഹൈറ്റ്, ഓവറാൾ വിഡ്ത്ത്, ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ ന്യൂമറിക്കൽ വാല്യൂസ്. You can check. I hope that you have done this. The question 10B of KTU December 2019. നോക്കണം. Q 5 kVA എന്ന് തന്നിട്ടുണ്ട്. F എന്ന് പറയുന്നത് 50 Hz, ET എന്ന് പറയുന്നത് 1.8 volts per turn, KW 0.2, ഡെൽറ്റ കറണ്ട് ഡെൻസിറ്റി ഈസ് 1.8 ആംപിയർ പെർ mm സ്ക്വയർ. ആംപിയർ പെർ മീറ്റർ സ്ക്വയറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. BM ഈക്വൽ ടു 1 Weber per meter square. ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോർ റെക്റ്റാങ്കുലറാണ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, റെക്റ്റാങ്കുലർ. അപ്പോൾ കുറുകിയ സൈഡ് അല്ലെങ്കിൽ നീളമുള്ള സൈഡ് ഇതിൻ്റെ ഇരട്ടിയാണ്. ഗിവൺ A ഈക്വൽ ടു 2B. സ്റ്റെപ്പ് 1 എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ കണ്ടുപിടിക്കും. ഗ്രോസ് ഏരിയ ദ കോർ. ഇതിൻ്റെ ഗ്രോസ് ഏരിയ ഇൻസുലേഷൻ എല്ലാം കൂടെ ചേർത്ത് A ഇൻറ്റു B ആണല്ലോ. AGI എന്ന് പറഞ്ഞാൽ അപ്പം AGI A ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് തന്നിട്ടുണ്ട് 2B. A ഈക്വൽ ടു 2B ആയതുകൊണ്ട് എയുടെ സ്ഥാനത്ത് 2B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2B ഇൻറ്റു B 2B സ്ക്വയർ. നെറ്റ് അയൺ ഏരിയ സമം AGI ഇൻറ്റു സ്റ്റാക്കിംഗ് ഫാക്ടർ. അപ്പോൾ 2B സ്ക്വയർ ഇൻറ്റു 0.9. സ്റ്റാക്കിംഗ് ഫാക്ടർ ഓൾവേസ് വി അസ്യൂം ഇറ്റ് as 0.9 is 1.8 B square. 0.9 to 1.8 B square. ET equal to 4.44 FIM volts per turn. ET എന്ന് പറയുന്നത് 4.44 ഇൻറ്റു F ഇൻറ്റു BM ഇൻറ്റു AI. ഇതിൽ നിന്ന് നമുക്ക് AI നമുക്ക് കിട്ടും. ET സമം AI ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്യും. ഈ ഇക്വേഷൻ ET ഡിവൈഡഡ് ബൈ 4.44 FBM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് AI അയൺ ഏരിയ 8.1081 ഇൻറ്റു 10⁻³ meter square. ചെക്ക് FBM. AI 1.8 B square ഈസ് 1.8 B square സമം അതിവിടെ തന്നിട്ടുണ്ട്. AI കണ്ടുപിടിച്ചു നമ്മൾ. ഇതിൽ നിന്നും B നമുക്ക് കണ്ടുപിടിക്കാം. സെക്ഷൻ B സൈഡ് B കണ്ടുപിടിച്ചു. വാല്യൂസ് ശരിയാണോ നോക്കുക. B. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്പം ഇവിടെ ഉണ്ട്. A അപ്പോൾ കോറിൻ്റെ ആ ഡയമെൻഷൻസ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. A ഈക്വൽ ടു 2B. width of the biggest lamination 0.1342 meter. So
വിഡ്ത്ത് ഓഫ് ദ ബിഗസ്റ്റ് ലാമിനേഷൻ എ, ഇത് തന്നെ വിഡ്ത്ത് ഓഫ് ദ ബിഗസ്റ്റ് ലാമിനേഷൻ 0.1342, അതായത് 13.42 മീറ്റർ. ഇനി വേറൊരു സംഗതി തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 2 നമുക്ക് വിൻഡോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 times ദ വിൻഡോ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിൻഡോ ഹൈറ്റ് ഈസ് 3 times, നോക്കണം, ദ വിൻഡോ ഹൈറ്റ് ഈസ് 3 times ദ വിൻഡോ, 3 times ദ വിഡ്ത്ത്. അപ്പോൾ അതാണ് നമ്മൾ HW ഈക്വൽ ടു 3WW. ഇനി നമുക്ക് അതിൻ്റെ കോറിൻ്റെ പടം ഒന്ന് വരയ്ക്കാം. ഹൈറ്റ് കൂടുതലാണ് എന്ന് നോക്കണം. ഹൈറ്റ് വിൻഡോ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതതിൻ്റെ വിഡ്ത്താണ്, ഹൈറ്റാണ്. വിഡ്ത്ത് ഓഫ് ദ ബിഗസ്റ്റ് ലാമിനേഷൻ എ, അപ്പോൾ ചുറ്റാകെ എ ആയിരിക്കും. എ ഇതിൻ്റെ കനമാണ് ബി എന്ന് പറയുന്നത്. ബി എയുടെ പകുതിയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടുള്ള കനമാണ് ബി. അപ്പോൾ ഓൾ ടുഗദർ ഇറ്റ് ഈസ് ബി. ചുറ്റാകെ അതിൻ്റെ കനം ബി, കനം, ഡെപ്ത്ത്. അപ്പം യോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ. അപ്പോൾ ഇവിടെ അന്നേരം എ ആയിരിക്കും, ഇതും എ. കനം ബി, വിൻഡോ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ അതെല്ലാം വരച്ചു, അടയാളപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുക. ഓവറാൾ വിഡ്ത്ത്, ഓവറാൾ ഹൈറ്റ്. അതിനകത്ത് ആ ഡിയുടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. വി ഹാവ് Q ഈക്വൽ ടു ഈ റിലേഷൻഷിപ്പ് C0 ഇൻറ്റു AW ഇൻറ്റു AI. AW ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C0 ഡിവൈഡ് ബൈ AI. AI നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അപ്പുറത്തെ പേജിലുണ്ട്. ഇതെല്ലാം നമുക്കറിയാം, നോക്കണം. AW 5 ഡിവൈഡഡ് ബൈ 2.22 BM50, one web per meter square. വിൻഡോ സ്പേസ് ഫാക്ടർ, അപ്പോൾ ഇവിടെ വിൻഡോ സ്പേസ് ഫാക്ടർ വന്നിട്ടില്ല. വിൻഡോ സ്പേസ് ഫാക്ടർ, അപ്പോൾ ആ ഒരു വ്യത്യാസം വരും ഇവിടെ. സോ വിൻഡോ സ്പേസ് ഫാക്ടറിൻ്റെ ഒരു വ്യത്യാസം വരുന്നു.